ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളാണെന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. സൈനിക ശേഷിയുടെ കാര്യം തുലനം ചെയ്താൽ അജഗജാന്തരമുണ്ട്. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണെങ്കിൽ പാകിസ്ഥാൻ 12ാമത്തേത് മാത്രമാണ്. അങ്ങനെയുള്ള മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സിലായാലും മറ്റ് സംവിധാനങ്ങൾ, അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയുള്ള മറ്റ് ആധുനിക സാങ്കേതിക വിദ്യയും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന കാര്യത്തിലും ഇന്ത്യ വളരെ മുമ്പിലാണ്. അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക ശക്തിയെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ, രണ്ടുപേരുടെയും സൈനിക ശേഷിയെ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും സാർ പറയാൻ കഴിയുക? സൈനിക ശേഷിയിലേക്ക് തീർച്ചയായും വരാം. അതിനു മുൻപ് ഈ സൈനികരെ സംഘടിപ്പിക്കുന്ന രീതി, എൻ്റെ ഓർഗനൈസേഷണൽ രീതി തന്നെ രണ്ടും വ്യത്യസ്തമാണ്. സൈനികരുടെ ഡിസിപ്ലിൻ, വി ഹാവ് എ ഡിസിപ്ലിൻഡ് ആർമി, വെരി ഡിസിപ്ലിൻഡ് ഡിഫൻസ് സിസ്റ്റം, ഓർഗനൈസേഷണൽ സിസ്റ്റം. അതുമാത്രമല്ല, നമുക്ക് ഈ കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ ഉണ്ടെങ്കിലും സുപ്രീം കമാൻഡർ ഈസ് ദി സിവിലിയൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദി കമാൻഡർ ഇൻ ചീഫ്, സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ്. യുദ്ധം പ്രഖ്യാപിക്കുന്നതും സൈന്യമല്ല, പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രി, ക്യാബിനറ്റ്, പാർലമെന്റിന്റെ ഭൂരിപക്ഷ കക്ഷി തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രി അവരുടെ ഒരു കൺട്രോളിലാണ്. അപ്പം വ്യക്തമായ സിവിലിയൻ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഹൈലി പ്രൊഫഷണൽ ആംഡ് ഫോഴ്സാണ് ഇന്ത്യയുടെ പ്രത്യേകത. പാകിസ്ഥാനെ നോക്കൂ, അതൊരു ട്രൈബൽ സിസ്റ്റത്തിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന വളരെ പ്രാകൃതമായ ഒരു സംവിധാനമാണ്. മോഡേൺ വെപ്പൺസ് ഉണ്ട് എന്നത് മറക്കുന്നില്ല. പക്ഷേ അവരുടെ ഒന്ന് പ്രിമച്വറാണ്, രണ്ട് നോൺ പ്രൊഫഷണലാണ്. ഇന്ത്യയുടെ പോലെ പ്രൊഫഷണൽ സംവിധാനമല്ല. ഇതൊരു പഞ്ചാബി ആർമിയാണ്. ആർമി എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. പാകിസ്ഥാൻ പഞ്ചാബാണ്. പഞ്ചാബ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രദേശം. പഞ്ചാബ് പ്രവിശ്യ, ഇന്ത്യയുടെ പഞ്ചാബ്. മൊത്തം പഞ്ചാബിന് 1/3 ഇന്ത്യയിലും 2/3 പാകിസ്ഥാനിലുമാണ്. അവരുടെ നെല്ലറ, അവരുടെ ധാന്യ അറ, അവരുടെ ശക്തി, സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും എല്ലാം കടന്ന് പ്രധാന പട്ടണങ്ങളൊക്കെ പഞ്ചാബിലാണ്. കറാച്ചി പട്ടണം സിന്ധിലാണ്, സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ നാണ്യ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കടന്നു വരുന്നത് പഞ്ചാബാണ്. അവിടെ നിന്നും ഏറ്റവും ചോയ്സസ്റ്റ് ഇൻഡിവിജ്വൽ ആഗ്രഹിക്കുന്നത് ആർമിയിലൊരു കരിയർ ഉണ്ടാക്കണം. ഇവരാണ് ആർമിയുടെ ജനറലായിട്ടും കമാൻഡേഴ്സായിട്ടും സുപ്പീരിയർ ഓഫീസറായിട്ടും വരുന്നത്. അവരെല്ലാം ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ട്രെയിനിങ് നേടി വന്നവരാണ് മുൻകാലത്ത്. പക്ഷേ അവർ കരയ്ക്കിരുന്ന് മീൻ പിടിക്കത്തേ ഉള്ളൂ. കളത്തിലിറങ്ങുന്നത് അവരല്ല. അവർ പഠാന്മാരെ ഇറക്കും, അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരെ ഇറക്കും. അവരാണ് പലപ്പോഴും സൈന്യത്തിൽ ഈ താഴെത്തട്ടിലുള്ള പല ജോലികളും ചെയ്യുന്നത്. 48 യുദ്ധം, 47-48 യുദ്ധം നോക്കൂ. പാകിസ്ഥാൻ ആർമി അല്ല യഥാർത്ഥത്തിൽ അയരച്ച് കയറിയത്. അവർ ട്രൈബൽസ് ഫ്രം പത്താൻ റീജൻ, അവരാണ് അഫ്പാക്ക് മേഖലയിലെ ആളുകൾ. അവർ ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ടും റഷ്യൻസ് വിചാരിച്ചിട്ടും ആര് വിചാരിച്ചിട്ടും ചരിത്രത്തിൽ ഒരിക്കലും മെരുങ്ങാത്തൊരു വിഭാഗമാണ് പഷ്തൂൺ മേഖലയിലെ, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുള്ള ആളുകൾ. അവരാണ് കാശ്മീരിൽ എന്ത് സ്വച്ഛന്തമായി ജീവിച്ചിരുന്ന ആളുകളാണ് കാശ്മീരുകൾ. ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. അവരാണ് നുഴഞ്ഞു കയറ്റുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കൊള്ളയടിക്കുക. ഇത് പഴയ ഒരു പ്രാകൃതമായൊരു യുദ്ധമുറയാണ്. അന്ന് തുടങ്ങിയ 47 മുതൽ തുടങ്ങിയതാണ്. ഏത് യുദ്ധത്തിലും ചില രീതിശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളുമുണ്ട്. ഇവർക്ക് ഒരു കണ്ണിൽ കാണുന്നവരെല്ലാം ഉപദ്രവിക്കുക, പിടിച്ചു പറിക്കുക, ആർത്തി പിടിച്ചു പോവുക. അവിടെയാണ് കേരളത്തിൻ്റെ പണ്ടുകാലത്തെ ഈ മറവപ്പട, AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഉദയൻ ചേരലാതൻ, നെടും ചേരലാതൻ, പെരുഞ്ചേരൽ ഇരുമ്പുറൈ, അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരുണ്ട്. ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്തൊക്കെ ചേരന്മാർ ചെയ്തിരുന്നത്, രാജാക്കന്മാർ ചെയ്തിരുന്നത്, ചേരൻ മാത്രമല്ല പാണ്ഡ്യനും ചോളനും ഒക്കെ ആദ്യകാലം ചെയ്തിരുന്നത് പെരുമ്പറ അടിച്ച് ആളെ കൂട്ടും. എന്നിട്ട് പറയും, നിങ്ങൾ സൈന്യത്തിൽ ചേരാവുന്നവരെല്ലാം ചേരൂ എന്നും പറഞ്ഞൊരു യുദ്ധം വരുമ്പോൾ ആളെ കൂട്ടി ഉണ്ടാട്ട് നടത്തും. വലിയ തോതിൽ ഈ പെരിഞ്ചോറ്റുതിയനൊക്കെ ഉണ്ടാട്ട് നടത്തിയ യുദ്ധത്തിന് പോയ ആളുകളാണ്. പെരിഞ്ചോറ്റുതിയൻ എന്ന് പറഞ്ഞാൽ വലിയ ചോറ്, കറി, സംഘങ്ങളെ അല്ലേ, നെയ്ച്ചോറ്, നെയ്വൺ ചോറ് അല്ലേ, അങ്ങനെയൊക്കെ ഊൺചോറ്, അങ്ങനെയൊക്കെ പറയുന്ന വിഭവങ്ങളാണെന്ന് സംഘകൃതികളിൽ വിവരിക്കുന്ന ആഹാര സാധനങ്ങൾ. ഇതൊക്കെ ഇടിച്ച് നറും പിഴി അതൊരു തരം മദ്യമാണ്. തേറൽ മറ്റൊരു മദ്യമാണ്. അങ്ങനെയുള്ള മദ്യങ്ങളുമൊക്കെ അടിച്ച് ഫിറ്റായി വലിയ ഡ്രമ്മും കൊട്ടി പെരുമ്പറയും കൊട്ടി യുദ്ധത്തിന് പോവുക. കുറേ പേര് ഡ്രമ്മൊക്കെ അടിച്ച് വിറലികൾ എന്ന് പറയുന്നൊരു വിഭാഗം,
അത് പാണന്മാർ ഒരു പാട്ടുപാടി ഉത്സാഹിപ്പിക്കും, വിറലികൾ സ്ത്രീകൾ അവർ ഡാൻസ് ചെയ്യും. ഒരു ആഘോഷമാണ് യുദ്ധം. ഇതുപോലെ ആഘോഷമായി യുദ്ധത്തിന് പോകുന്ന ഒരു ട്രൈബൽ രീതിയാണ് ഇത്. അതേപോലെ തന്നെ പണ്ട് മറവന്മാരെ ഉപയോഗിക്കും. മറവന്മാരെന്ന് പറയുന്ന വിഭാഗം കൊള്ളക്കാരാണ്. അവർ ഈ പിന്നെ മലഞ്ചെരുവുകളിലൊക്കെ നിന്ന്, മൊട്ടക്കുന്നുകളുടെ മറവിലും മലഞ്ചെരുവുകളിലൊക്കെ നിന്ന് ചാടി വീണ് സാർത്ഥവാഹക സംഘങ്ങളെ, ചാത്തുകൾ, അവരാണ് കാരവൻസ് ആണ്, ട്രേഡ് കാരവൻ. ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തേക്ക് കോയമ്പത്തൂരൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്ന്, പാലക്കാടൊക്കെ പോലത്തെ പ്രദേശത്ത് ചുരങ്ങളിലൊക്കെ മറഞ്ഞു നിന്ന് ചാടി വീഴും. ആകെപ്പാടെ എടുത്തുകൊണ്ട് പോകുന്ന കുറേ കാലികളെയൊക്കെ ആയിരിക്കും, കാലിക്കവർച്ച, അതൊക്കെയാണ്. ആ തരത്തിലുള്ള പ്രിമിറ്റീവ് ലൈഫാണ് ഇപ്പോഴും പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിൽ. അവരുടെ DNA അതുണ്ട്. അവരെ ഉപയോഗിക്കുകയാണ് ഈ സൈന്യത്തിലെ ചില ബുദ്ധിമാന്മാർ. അങ്ങനെയുള്ള രീതിയാണ്. അപ്പം അവർക്ക് ആയുധങ്ങളുണ്ട്. പക്ഷേ ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രെയിൻഡ് ഫോഴ്സ് അല്ല. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എപ്പോൾ പ്രശ്നം ഉണ്ടാകണമെന്ന് ആർമി തീരുമാനിക്കും, സൈന്യം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നേവിയും എയർഫോഴ്സും അല്ല, മറിച്ച് കരസേന, ആർമിയുടെ ജനറൽ. ഇപ്പം ആർമിയുടെ ജനറലായിട്ടിരിക്കുന്ന ആൾ അദ്ദേഹമാണ് ഏതാണ്ട് അസിം മുനീർ. അദ്ദേഹമാണ് പുള്ളിയെ പരിഹസിച്ച് വിളിക്കുന്നത് മുല്ല മുനീർ എന്നാണ്. കാരണം ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മദ്രസ വിദ്യാഭ്യാസം കൂടെ കിട്ടിയ ആളാണെന്ന് പറയുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുൻകാലങ്ങളിലെ ജനറൽസ് ഒക്കെ വളരെ എലീറ്റിസ്റ്റ് ഒരു മോഡിലാണ്. അതെ, പർവേസ് മുഷറഫ്, പർവേസ് ഖിയാനി, സിയാഉൽ ഹക്ക്, സിയാഉൽ ഹക്ക്, പിന്നെ യാഹ്യ ഖാൻ, എല്ലാവരും നല്ല വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ്, കൾച്ചേർഡ്, പോളിഷ്ഡ്, സോഫിസ്റ്റിക്കേറ്റഡ്. അവരുപയോഗിക്കുന്നത് ഈ മറവപ്പടയാണ്, വേറെ കാര്യം. പക്ഷേ അതുപോലത്തെ ആളല്ല. റാഡിക്കൽ ഇസ്ലാമിസ്റ്റാണ്. എല്ലാ 4ാമത്തെ വരിയിലും ഖുർആൻ സൂക്തങ്ങൾ പറയുന്ന അതിൽ തെറ്റില്ല, അത് സമാധാനത്തിൻ്റെ കാര്യമാണ്. പക്ഷേ കാശ്മീർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പരസ്യമായി ഞങ്ങളതങ്ങ് എടുത്തുകളെന്നൊക്കെ പറഞ്ഞാൽ വമ്പ് പറയുന്നത് മാത്രമേ പറയാനൊക്കൂ. അത് മാത്രമല്ല, കാശ്മീർ ഞങ്ങളുടെ ജീവനാഡിയാണ്, ജുഗുലാർ വെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ കയ്യിലില്ലാത്ത ഒരു പ്രദേശം ജുഗുലാർ വെയിൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് കഴുത്തിലല്ലേ ജുഗുലാർ വെയിൻ വേണ്ടത്, തലയുടെ പുറത്തൊരു ഭാഗത്താണ് ജുഗുലാർ വെയിൻ ഉള്ളത്. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അവരുടെ കയ്യിലാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീർ ജുഗുലാർ വെയിൻ ആണെന്ന് പറഞ്ഞാൽ പറയാനല്ലേ പറ്റൂ, സ്വപ്നം കാണുകയല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന സൈനിക സംവിധാനം തീരെ മോശമൊന്നുമല്ല കേട്ടോ. 12ാമത്തെ സ്ഥാനമാണെന്ന് പറയുമ്പോഴും തീരെ മോശമൊന്നുമില്ല. സൈനികർ വലിയ നമ്പർ, 6 ലക്ഷത്തിൽ പരം സൈനികർ, 6,54,000 സൈനികരും പിന്നെ ഇങ്ങനെ വിളിച്ചാൽ വരുന്ന അർദ്ധ സൈനികരുണ്ട്. അത് കൂലിപ്പട്ടാളമാണെന്ന് കൂട്ടാം. കൂലിപ്പട്ടാളമുണ്ട്, അവർക്ക് 5 ലക്ഷത്തോളം പേരുണ്ട്. പക്ഷേ ഇന്ത്യ മറുവശത്ത് നോക്ക്, ഇന്ത്യക്ക് 14,50,000 റെഗുലർ ട്രെയിൻഡ് ഡിസിപ്ലിൻഡ് മിലിറ്ററി ഫോഴ്സാണ്. അതുപോലെ ഏത് സമയത്തും വരാവുന്ന കരുതൽ ശേഖരമായി 11 ലക്ഷം പേരുണ്ട്. അല്ലാതെ ഉണ്ട്. അതാണ് 4ാമത്തെ വലിയ സൈനിക ശക്തിയാണെന്ന് പറയുന്നത്. റഷ്യയും ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ 4ാമത്തെ സൈനിക ശക്തിയാണ്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ സൈനിക ശക്തി എന്ന് പറയുമ്പോഴും കരസേനയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് 4ാം സ്ഥാനമല്ല, അതിനേക്കാളും വിലയാണ് സ്ഥാനം. എണ്ണം മാത്രമാണ്, എണ്ണമല്ല, പ്രഹരശേഷിയാണ് പ്രധാനം. അർദ്ധ സൈനികർ വേറെ 25 ലക്ഷം പേരുണ്ട്. CRPF അർദ്ധ സൈനിക വിഭാഗം. അപ്പോൾ വലിയൊരു സൈനിക ഒരു ആൾ ഇതിന് പുറത്താണ് ഭാരത് നിൽക്കുന്നത്. അതുപോലെ ഈ മറ്റ് സൈന്യം മാത്രം കാര്യമില്ല, ആർമിയുടെ എണ്ണം മാത്രമല്ല, ഈ ആയുധങ്ങൾ ഉണ്ടാകണം, ഡെലിവറി സിസ്റ്റം ഉണ്ടാകണം. നമുക്ക് ആണവായുധങ്ങളുണ്ട്, കൺവെൻഷണൽ ആയുധങ്ങളുണ്ട്. പക്ഷേ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് മിസൈലുകളാണ് പൊതുവെ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളാണ്. അതിലൂടെയാണല്ലോ, ആകാശത്തൂടെയാണ് ഇപ്പോഴത്തെ ആധുനിക യുദ്ധം ആകാശത്തൂടെ വരുന്നത്. ഇപ്പൊ കപ്പലിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലാണെങ്കിലും ആകാശത്തൂടെ വന്നാണ് പതിക്കുന്നത്. അപ്പം യുദ്ധങ്ങൾ ആകാശങ്ങളിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കര എന്ന് പറയുന്ന ഗ്രൗണ്ട് സപ്പോർട്ടാണ്. കയറി പിടിക്കണമെങ്കിൽ കര വേണം, നശിപ്പിക്കണമെങ്കിൽ ഇതും വേണം. അപ്പോൾ അവിടെ ആ നമ്പേഴ്സ് ഒന്ന് നോക്കൂ. നമുക്ക് പലതരത്തിലുള്ള, ഇന്ത്യക്ക് പലതരത്തിലുള്ള മിസൈൽ, പല റേഞ്ചിലുള്ള മിസൈൽ സംവിധാനമുണ്ട്. അഗ്നി 1, 2, 3, 4, 5. 1 എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ, 5 തലമുറ മാത്രമല്ല, റേഞ്ചുമുണ്ട്. 1000 കിലോമീറ്റർ, 2000 കിലോമീറ്റർ, 3000 കിലോമീറ്റർ, 4000 കിലോമീറ്റർ, 5000 കിലോമീറ്റർ, 5200 കിലോമീറ്ററാണ് ഏറ്റവും കൂടുതൽ. 5200 എന്ന് പറഞ്ഞാൽ ചൈനയുടെ എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിയും. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന ഇതല്ല. അപ്പം ഈ ഒരു അഗ്നി സീരീസ്, അത് മാത്രമല്ല പൃഥ്വി സീരീസ് ഉണ്ട്. നമുക്ക് പൃഥ്വി 1, 2, 3 സീരീസ് ഉണ്ട്. പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ ഗോറിയുടെ ആക്രമണം തടഞ്ഞു നിർത്തിയത്? പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് വന്ന
ആക്രമണത്തെ സമൃദ്ധമായി തടഞ്ഞു നിർത്തിയ ഇന്ത്യൻ രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ സീരീസ് മിസൈൽസ് ഉണ്ട്, അങ്ങനെ ക്രൂസ് മിസൈലുകൾ ഏറെ ഉണ്ട്. ബ്രഹ്മോസ് പോലെയുള്ള ബ്രഹ്മോസ് മോസ്കോ റിവർ, മോസ്കവ റിവർ റഷ്യ, ബ്രഹ്മപുത്ര റിവർ ഇന്ത്യ, ഇതിൻ്റെ സംയോജനം റഷ്യൻ സഹായത്തോടെ റഷ്യ ഇന്ത്യ സാങ്കേതിക സഹകരണം ജോയിൻറ്റ് വെഞ്ചറാണ് ബ്രഹ്മോസ് മിസൈൽ. അതുപോലെ നിർഭയ് എന്ന് പറഞ്ഞ ദീർഘദൂര മിസൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റ് മിസൈലുകളുണ്ട്, ക്രൂസ് മിസൈൽ തൃശൂൽ അല്ലേ, തൃശൂൽ എന്ന് പറഞ്ഞാൽ സർഫസ് ടു എയർ ഷോർട്ട് റേഞ്ച് മിസൈലാണ് തൃശൂലം എന്നതിൻ്റെ ഇതാണ്. നാഗ് എന്നൊരു മിസൈലുണ്ട്, അത് ഈ പിന്നെ കപ്പൽ വേദ മിസൈലാണ്, ടാങ്ക് വേദ മിസൈലാണ്. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ കൈവശമുണ്ട്. പാകിസ്ഥാനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഗോറി മിസൈൽ എന്നുള്ളത് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മിസൈൽ രംഗത്ത് പാകിസ്ഥാൻ മിസൈൽ രംഗത്ത് അവരെ ദീർഘദൂര മിസൈലുകൾ 2750 കിലോമീറ്റർ വരെ ദൂരം താണ്ടാനുള്ള, അതായത് നോർത്ത് ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളും റീച്ച് ചെയ്യാൻ, ഇതൊക്കെ വെറും സാങ്കേതികം മാത്രമാണ്. കയ്യിൽ സാധനം ഉണ്ടെന്നും പറഞ്ഞ് അത് എത്തണമെന്നൊന്നുമില്ല. ഇവിടെ നമുക്ക് S-400 ഉൾപ്പെടെയുള്ള ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കാൻ തക്ക ഏറിയൽ ബാറ്ററി, ആന്റി മിസൈൽ ബാറ്ററീസ് അല്ലേ, S-300 S-400 റഷ്യൻ നിർമ്മിതമാണ്. ഇപ്പം ഇന്ത്യ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് വ്യോമ പ്രതിരോധ രംഗമുണ്ട്, ആക്രമണം മാത്രമല്ല പ്രതിരോധ രംഗമുണ്ട്, ടാങ്ക് വേദ മിസൈലുകളുണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണവായുധങ്ങളാണ് പാകിസ്ഥാൻ പറയുന്ന വലിയൊരു മേന്മ എന്ന് പറയുന്നത്. എണ്ണത്തിൽ കാര്യമില്ല കേട്ടോ, ഗുണമേന്മയും ഡെലിവറി സിസ്റ്റവും ക്വാളിറ്റിയിലാണ് കാര്യം. കയ്യിലെടുത്ത് ഞെക്കി പൊട്ടിക്കാവുന്ന സാധനമല്ല ആണവായുധം, അറിയാമല്ലോ. അതിനൊക്കെ ഒരു രീതിശാസ്ത്രമുണ്ട്, ഡെലിവറി സംവിധാനമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ മുൻകാലങ്ങളിൽ മേനി നടിച്ചിരുന്നു. ഞങ്ങൾക്ക് അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളുണ്ട്, അതാണ് മേനി നടിച്ചിരുന്നത്. ഇന്ത്യക്ക് മിഗ് ആണ്, ഇന്ത്യയുടെ പൊതുവെ റഷ്യൻ നിർമ്മിത വിമാനങ്ങളാണ്, മിഗ് സീരീസ് ആണുള്ളത്, മിഗ് 29 അല്ലേ. അപ്പം മിഗിനേക്കാൾ മെച്ചമാണ് F-16 എന്ന ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. പക്ഷേ മിഗ് റഷ്യക്കാർ നിർമ്മിച്ചു എങ്കിലും ഇപ്പം നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ കൂടിയാണ്. ലക്നൗ ഉൾപ്പെടെ അവിടെ ഫാക്ടറീസ് ഉണ്ട്. മിഗ് നിർമ്മാണ യൂണിറ്റ്, അതിനുള്ള അനുവാദം റഷ്യ ഇന്ത്യക്ക് നൽകി കഴിഞ്ഞു വളരെ കാലമായി. അതുകൊണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഉൾപ്പെടെ നമ്മുടെ വിമാനങ്ങളുടെ, കാരണം അറ്റകുറ്റപ്പണികൾക്ക് പാകിസ്ഥാൻ പൂർണ്ണമായി ഡെലിവറി ചെയ്യുന്ന രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ഇവിടെ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കമ്പോണൻസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അറ്റകുറ്റപ്പണി ഇന്ത്യക്ക് ഭംഗിയായി നടത്താൻ പറ്റും. ഇപ്പോൾ ആകെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ 2229 യുദ്ധവിമാനങ്ങളാണ് ഉള്ളത്. ആകെപ്പാടെയുള്ള വിമാനങ്ങൾ, അത് പലതും ചരക്ക് വിമാനങ്ങളാണ്, കാർഗോ വിമാനങ്ങളൊക്കെയാണ്. ഫൈറ്റർ പ്ലെയിൻസിൻ്റെ അഡ്വാൻസ് ഫൈറ്റർ പ്ലെയിൻസിൻ്റെ 513 ഇന്ത്യക്കുണ്ട്. ഓർക്കണം, പാകിസ്ഥാന് അതിൻ്റെ പകുതിയോളം നമ്പേഴ്സേ ഉള്ളൂ. 328 എന്നാണ് ഔദ്യോഗികമായ ഈ കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈനിക ബലാബലത്തിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ F-16, JF-13, പിന്നെ അങ്ങനെയുള്ള തണ്ടർ അല്ലേ, J-10C ഇങ്ങനെയൊക്കെയുള്ള പറയുന്ന വിമാനങ്ങളാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യക്ക് രണ്ട് ഉഗ്രൻ വിമാനങ്ങളുണ്ട്. അത് അടുത്ത കാലത്ത് വന്നതാണ് റഫാൽ. ഒരുപാട് പേരുദോഷം കേട്ടതാണ്. 36 റഫാൽ വിമാനങ്ങളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് പല ബാച്ചുകളായിട്ടാണ് നൽകുന്നത്. അത് ഫ്രഞ്ച് നിർമ്മിതമായ അത്യാധുനികമായ സാങ്കേതികവിദ്യയുള്ള റൈഡാറുകളൊക്കെ പെട്ടാൽ എളുപ്പം കണ്ടുപിടിക്കാനാവാത്ത വിമാനങ്ങളാണ് റഫാൽ. നല്ലപോലെ മെന്യൂവറബിലിറ്റി ഉള്ള യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. റഫാലിൻ്റെ സ്ക്വാഡ്രൺ ഇപ്പോൾ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സുഖോയ്, റഷ്യൻ നിർമ്മിത സുഖോയ് MKI-30 എന്ന് പറയുന്ന വിമാനം, അതും അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ. മിഗ് നമ്മൾ കാലക്രമേണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യ റഷ്യ ക്ഷീണിക്കുന്നതനുസരിച്ച് മിഗിന്റെ ഒരു വംശനാശം വരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ വ്യോമസേനയിൽ ഏറെ എണ്ണം ഇപ്പോഴും ഉണ്ട് എന്നതാണ്. യുദ്ധക്കപ്പലുകൾ, നാവിക യുദ്ധമാണ് ഒരുപക്ഷെ ഈ ആത്യന്തികമായി ഗതിവിഗതയെ നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷണം നടത്തിയല്ലേ, നാവിക പരീക്ഷണം. അത് നമ്മുടെ INS സൂററ്റിൽ നിന്നും 70 കിലോമീറ്റർ റേഞ്ചുള്ള കൃത്യമായ പ്രൊസിഷൻ ബോംബിംഗ് നടത്താൻ കഴിയുന്ന മിസൈലുകൾ നമ്മൾ പരീക്ഷിച്ചു. അർത്ഥം എന്താ? കറാച്ചി കംസ് വിത്തിൻ ദ ഹിറ്റിംഗ് റേഞ്ച്. അറബിക്കടലിൽ ഗുജറാത്തിനടുത്താ കറാച്ചി, ബോംബെയിൽ നിന്ന് അധികം ദൂരമില്ല. ഗുജറാത്ത് ആ ഭാഗത്തൊക്കെ വഴി കറാച്ചി തുറമുഖമൊക്കെ ആക്രമണ വിധേയമാകുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ബോംബെയാണ് കറാച്ചി. ഇന്ത്യയുടെ ബോംബെ പോലെ പാകിസ്ഥാൻ്റെ വ്യവസായ നഗരം, വാണിജ്യ നഗരം, തുറമുഖ നഗരം ആണ് കറാച്ചി. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പൽ നമുക്കുണ്ട്. പാകിസ്ഥാൻ ഒരൊറ്റ വരണം, നമുക്ക് 2 ഉണ്ട്. INS വിക്രാന്തും INS വിക്രമാദിത്യയും.
ഇപ്പം 2 വിമാനവാഹിനി കപ്പലുകളെന്ന് പറയുന്നത്, ഒന്ന് വിക്രമാദിത്യ റഷ്യൻ അഡ്മിറൽ ഗ്രോഷ്കോവ് ഡെവലപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി ചിട്ടപ്പെടുത്തിയെടുത്ത് മോഡിഫൈ ചെയ്തെടുത്തത്, മറ്റേത് കൊച്ചിയിൽ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ചതാണ് INS വിക്രാന്ത്. അപ്പം ഒരെണ്ണം വിരാട് ഡീകമ്മീഷൻ ചെയ്തു. ഇപ്പം 2 വിമാനവാഹിനി കപ്പലുകൾ രണ്ടും ഇപ്പോൾ അറബിക്കടൽ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പം ഇത് രണ്ടും ഇതിൽ നിന്ന് കുതിച്ചു പൊങ്ങാൻ പറ്റുന്ന യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ എയർ സ്പേസിൽ പൊട്ടിപൂരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരൊറ്റ ഇതില്ലെന്ന് പറയും. യുദ്ധക്കപ്പലുകളുണ്ട്, 36 യുദ്ധക്കപ്പലുകളുണ്ട്. ഇന്ത്യക്ക് അതിനേക്കാളും കൂടുതൽ യുദ്ധക്കപ്പലുകൾ സാധാരണ കപ്പലുകളാണ്. അന്തർവാഹിനികളുടെ കാര്യത്തിലും പാകിസ്ഥാന് മുങ്ങിക്കപ്പലുകൾ 8 എണ്ണമേ ഉള്ളൂ. ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലേ? മുങ്ങിക്കപ്പലുകൾ 18 എണ്ണമുണ്ട്. അപ്പം തന്നെ ഈ ആണവായുധം വഹിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്കതില്ല. ആണവായുധം വഹിക്കാൻ പറ്റുന്ന ന്യൂക്ലിയർ സബ്മറീൻ ഉണ്ട് നമുക്ക്, സബ്മറീനുകൾ, പക്ഷേ അവർക്കതില്ല. അപ്പോൾ നമ്മൾ ഈ അഡ്വാൻറ്റേജിയസ് പൊസിഷനാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് പിന്നെ Formula 1 റേസിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പോൾ പൊസിഷൻ എന്ന് പറയും. നമ്മൾ പോൾ പൊസിഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ കൺവെൻഷണൽ യുദ്ധം നടക്കണം. 3 കൺവെൻഷണൽ യുദ്ധം നടന്നു. എന്താ ഫലം? 1947, 48, 1965, 1971. 3ലും സമ്പൂർണ്ണ തോൽവിയല്ലേ. 4ാമത് നടന്നത് കാർഗിലാണ് 99. അവിടെയും തോൽവി തന്നെയാണ്. അപ്പം നേരിട്ടുള്ളൊരു പോരാട്ടത്തിൽ മുഖാമുഖം പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രപരമായ സത്യം. അതിപ്പോഴും ഈ അന്തരം കൂടുതൽ വർദ്ധിക്കുന്നു. പണ്ട് 30 വർഷം മുമ്പ് പാകിസ്ഥാന് കുറച്ചൊക്കെ ഗ്ലോബൽ സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. അമേരിക്ക നല്ല സുഹൃത്തായിരുന്നു. ഇപ്പോഴങ്ങനല്ല. അമേരിക്ക ശത്രുവുമല്ല സുഹൃത്തുമല്ല. ട്രംപ് കൈ ഒഴിഞ്ഞിരിക്കുക. നിങ്ങളായി നിങ്ങളുടെ പാടാ, ട്രംപ് കച്ചവടക്കാരനാണ്. അപ്പം ആ ഒരു സുരക്ഷാ കവചം കോൾഡ് വാർ സമയത്ത് പാകിസ്ഥാന് ലഭിച്ചിരുന്ന സുരക്ഷാ കവചകുണ്ഡലം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിന് ലോകത്തിന് മുഴുവൻ ഗുഡ്വില്ല് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.